ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലോ ആൻഡ് ലാഡൻ. ബാങ്കിൽ നിന്നും സർവീസ് ചാർജ്, SMS ചാർജ്, അതുപോലെ തന്നെ ATM വിഡ്രോവൽ ഫൈൻ, മിനിമം ബാലൻസ് നിലനിർത്താത്തതിനുള്ള ഫൈൻ, അങ്ങനെ തുടങ്ങി ഒട്ടേറെ ഫൈനുകൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഈടാക്കാറുണ്ട്. അങ്ങനെ ബാങ്കുകൾ ഈടാക്കുമ്പോൾ നമ്മൾ മാനസികമായി വളരെ തകർന്നു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, എല്ലാ തരത്തിലുള്ള ചാർജുകളും നിയമാനുസൃതമാണെങ്കിൽ പോലും പല ചാർജുകളും അനധികൃതമായിട്ടുള്ള ചാർജുകളാണ്. എന്താണ് നിയമാനുസൃതമായിട്ടുള്ള ചാർജുകൾ എന്നും എന്താണ് അനധികൃതമായിട്ടുള്ള ചാർജുകൾ എന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അതിനെക്കുറിച്ചുള്ളതാവട്ടെ ഇന്നത്തെ വീഡിയോ. ഭരണഗതിയിൽ ബാങ്കുകാർ ചാർജ് ലെവി ചെയ്യുന്നത് RBIന്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമായിരിക്കണം. ചാർജസ് എടുക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇപ്പോൾ ലീഗലായിട്ടുള്ള ബാങ്ക് എടുക്കാവുന്ന ചാർജസ് എന്ന് പറയുന്നത്, ഒന്ന് SMS അലേർട്ട് ചാർജ്, അതുപോലെ തന്നെ ATM വിഡ്രോൾ ചെയ്യുന്ന അതൊരു ലിമിറ്റിന് ശേഷം ATM വിഡ്രോൾ ചെയ്താലുള്ള ചാർജ്, പിന്നെ ചെക്ക് ബുക്കിനുള്ള ചാർജ്, മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്തതിനുള്ള പെനാൽറ്റി. ഇത്രയും ചാർജുകളാണ് ലീഗലായിട്ടുള്ള ബാങ്കുകാർക്ക് എടുക്കാൻ അവകാശമുള്ള ചാർജുകൾ. എന്നാൽ അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോഴോ അനാവശ്യമായിട്ടുള്ള സർവീസ് ചാർജ് ഈടാക്കുകയാണെങ്കിലോ, ലോൺ എമൗണ്ട് റീപേയ്മെന്റ് ചെയ്യുന്ന സമയത്തുള്ള ഹിഡൻ ചാർജസോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് വഴി, അതായത് ഓട്ടോമാറ്റിക് ഡിഡക്ഷൻ, കൺസ്യൂമേഴ്സിനെ അറിയിക്കാതെയുള്ള ഓട്ടോമാറ്റിക് ഡിഡക്ഷനോ ഉണ്ടെങ്കിൽ അതെല്ലാം അനധികൃതമായിട്ടുള്ള ചാർജസ് ആണ്. ഇത്തരം അനധികൃതമായിട്ടുള്ള ചാർജുകൾ നമ്മളിൽ നിന്നും ഈടാക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് കംപ്ലൈന്റ് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബാങ്കിന്റെ മാനേജറിനെയോ അല്ലെങ്കിൽ കൺസ്യൂമർ കെയറിനെയോ അല്ലെങ്കിൽ ഓഫീസറിനെയോ ആദ്യം ഇതിനെക്കുറിച്ച് ഒരു വിവരം അറിയിക്കുകയും അപ്രോച്ച് ചെയ്യുകയും വേണം. പരാതി കൊടുത്ത് 30 ദിവസം കഴിഞ്ഞിട്ടും പരാതിക്ക് ഒരു പരിഹാരവും ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിൽ പരാതി നൽകാം. ഓംബുഡ്സ്മാൻ സ്കീമിൽ പരാതി നൽകുമ്പോൾ അത് നമുക്ക് ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ട് പരാതി നൽകാനുള്ള വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിനുശേഷം നമുക്ക് പരാതി നൽകുമ്പോൾ തീർച്ചയായിട്ടും അനധികൃതമായി നമ്മളിൽ നിന്നും ഈടാക്കിയിട്ടുള്ള എമൗണ്ട് തിരികെ നൽകാൻ നമുക്ക് ആവശ്യപ്പെടാം. മാത്രമല്ല, ചില കേസുകളിൽ കോമ്പൻസേഷനും ഇൻട്രസ്റ്റും കൂടി നമുക്ക് ലഭിക്കാനുള്ള അവകാശമുണ്ട്. പലപ്പോഴും പൊതുജനങ്ങളെ അറിയിക്കാതെ ഇത്തരത്തിലുള്ള എമൗണ്ടുകൾ, ഇത്തരത്തിലുള്ള ഫൈനുകൾ ഈടാക്കുന്നുണ്ട്. നിയമം അറിയുന്നവർക്ക് അത് അവകാശങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. അതുതന്നെ ബാങ്ക് ഫ്രോഡിൽ, ഇത്തരത്തിലുള്ള ബാങ്ക് ഫ്രോഡ്സിൽ നിങ്ങളുടെ കുടുംബവും കൂട്ടുകാരും പെട്ടുപോകാതെ സംരക്ഷിക്കുന്നതിനായി ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ, സഹായകരമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.